നവംബർ മാസം 19-ാം തീയതി ക്രിസ്തുവർഷം 2025. പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനവുമായി ഒരിക്കൽ കൂടി ദൈവകൃപയാൽ വിൻസെൻ്റ് തോമസ്. ദൈവം നൽകുന്ന പുതിയ ഓരോ ബുധനാഴ്ചത്തെ സന്ദേശത്തിനുമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. അതിനുവേണ്ടി ഒരുങ്ങുവാനും അത് ദൈവജനത്തിന് ഇതിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കുവാനും അത് ദൈവം നൽകുന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനം നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനക്കാരെടുത്തിരിക്കുന്ന വേദഭാഗം എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. എബ്രായ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴി? ദൈവം ചില ഉത്തരവാദിത്തങ്ങൾ മനുഷ്യന് നൽകിയിട്ടുണ്ട്. ഉത്തരവാദിത്തമുള്ളവനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൽ ചില ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അതിൽ പരമപ്രധാനമായിട്ടുള്ളത് സാക്ഷാൽ ദൈവത്തെ, അബ്രാഹമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവത്തെ, ജീവനുള്ളവരുടെ ദൈവത്തെ നാം മനസ്സിലാക്കുക, അവനിലേക്ക് മാനസാന്തരപ്പെടുക, അവനിലേക്ക് തിരിയുക, പാപക്ഷമയ്ക്കാട് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നീതീകരണം പ്രാപിക്കുക, രക്ഷ പ്രാപിക്കുക, പാപമോചനം ലഭിക്കുക, നിത്യശിക്ഷാവിധിയിൽ നിന്നുള്ള മോചനം ലഭിക്കുക. ഇത് പരമപ്രധാനമായിട്ടുള്ള വിഷയമാണ്. അതിനോടുള്ള ബന്ധത്തിലാണ് ഇന്ന് എബ്രായ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ ഇടയായത്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞ്, ദൈവത്തിന് മഹത്വം കൊടുത്ത്, ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ പഠനം തുടരാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് ദൈവമായിരിക്കാൻ ഞങ്ങൾ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന രക്ഷയ്ക്കായിട്ട് നന്ദി പറയുന്നു. ദൈനംദിന ജീവിതത്തിൽ നടത്തുന്ന കൃപകൾക്കായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾ ശത്രുക്കളായി ഞങ്ങളെ സ്നേഹിച്ച ദൈവം ഞങ്ങളിപ്പോഴും സ്നേഹിക്കുന്നു എന്നുള്ളത് എത്ര അത്ഭുതകരമായ കാര്യം. ഞങ്ങൾ നന്ദി പറയുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അടിയങ്ങളെ പഠിപ്പിക്കണമേ, ദൈവീസ്ഥൽ മനസ്സിലാക്കുവാൻ, രക്ഷ മനസ്സിലാക്കുവാൻ, ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാൻ തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് നാം പഠിച്ചു വരുന്നത് ദൈവം മനുഷ്യനെ ഉത്തരവാദിത്തമുള്ളവനായി സൃഷ്ടിച്ചു, അവന് ഉത്തരവാദിത്തങ്ങൾ നൽകി. അതിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ പരിഗണിച്ചത് ദൈവം ഇച്ഛിക്കുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മൾ ദൈവം എന്ന് പറയുമ്പോൾ ഈ ദൈവം ആരാണ്, അവൻ്റെ ദിവ്യ സ്വഭാവം എന്താണ്, അവൻ്റെ കൃപ എങ്ങനെയാണ്, അവൻ്റെ സ്നേഹം എങ്ങനെയാണ്, അവൻ്റെ കഴിവ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് മൊത്തത്തിൽ നമ്മുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ, തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ദൈവം എന്ന വാക്കിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാകണം നാം ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദൈവം ആഗ്രഹിക്കുന്ന, അവൻ പറഞ്ഞു ഉണ്ടായി, അവൻ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് നിന്നു, വെള്ളത്തിന്മേൽ അടിസ്ഥാനമിട്ട ദൈവമാണ്. അപ്പോൾ ഇത്ര വലിയ ദൈവം ആഗ്രഹിക്കുന്ന, മനുഷ്യനെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് ആദാമിൻ്റെ പാപം നിമിത്തം പാപികളായിത്തീരുന്ന മനുഷ്യരെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന വലിയ ഒരു ദൈവത്തിൻ്റെ ഇച്ഛയാണ്. ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ അതിനെക്കുറിച്ചും വേദശാസ്ത്രത്തിൽ പഠിച്ചു വരുമ്പോൾ ഇതിനെക്കുറിച്ച് പറയാറ് ഇത് ഡയറക്റ്റീവ് വില്ലാണ്. ദൈവം നമ്മളെ ചൂണ്ടിക്കാണിക്കുകയാണ്. വിൻസെൻ്റ്, നീ രക്ഷ പ്രാപിക്കണം. നീ പാപിയാണ്, പാപിയായി ജനിച്ചവനാണ്, പാപം ചെയ്തവനാണ്, അതിന് ശിക്ഷയുണ്ട്,
ആ ശേഷിക്ക് പരിഹാരമായിട്ട് കർത്താവായ യേശു ഞാൻ അയച്ചു, എൻ്റെ പുത്രനെ അയച്ചു, അത് ഞാൻ വിശ്വസിച്ച് രക്ഷിക്കപ്പെടണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഇച്ഛയാണ്. അത് ഡയറക്റ്റ് ദൈവം തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് 1 തിമോത്തി 2-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ നിന്ന് പഠിച്ചത്. ദൈവം ഇച്ഛിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് ദൈവം ഇച്ഛിക്കുന്ന കാര്യം നാം പഠിച്ചത് സത്യത്തിൻ്റെ പരിജ്ഞാനമാണ്. എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തണമെന്നും. അതുകൊണ്ട് സത്യത്തിൻ്റെ പരിജ്ഞാനം. എന്നാൽ പലപ്പോഴും നമ്മൾ സത്യത്തിൻ്റെ പരിജ്ഞാനം പൂർണ്ണമായിട്ട് ലഭിച്ചതിന് ശേഷമല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. ഈ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ ഉൽപ്പത്തി മുതൽ വെളിപാട് പുസ്തകം 22-ാം അധ്യായം വരെയുള്ള ഈ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ നമ്മൾ മൊത്തമായിട്ട് പഠിച്ച് അതിന് മൊത്തത്തിലുള്ള സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തിയിട്ടല്ല നാം രക്ഷ പ്രാപിക്കുന്നത്. ദൈവത്തിൻ്റെ സന്ദേശം അത് അപ്പസ്തോലിക അധികാരത്തിൽ അത് എഴുതപ്പെട്ട വചനത്തിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോൾ അത് നമ്മൾ വായിക്കാനും മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം നൽകുന്നതനുസരിച്ച് നാം വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. തുടർന്ന് രക്ഷിക്കപ്പെട്ടവരെ സംബന്ധിച്ച് സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാൻ ആഗ്രഹിക്കും. എന്നാൽ പലപ്പോഴും ചിലരൊക്കെ എനിക്ക് ആദ്യം സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിക്കണം. നല്ല കാര്യം തന്നെയാണ്, നല്ല കാര്യം തന്നെയാണ്, അതിലൊരു തെറ്റുമില്ല. പക്ഷേ രക്ഷ പ്രാപിക്കുക, സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുക എന്നുള്ളത് ദൈവം നേരിട്ട് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യമാക്കി പറഞ്ഞിരിക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ ഉത്തരവാദിത്തത്തിൻ്റെ കാര്യവും നാം 1 തിമോത്തി 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുകയുണ്ടായി. 1 തിമോത്തി 2-ാം അധ്യായത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം 2 തിമോത്തി 5, 6, 7 വാക്യങ്ങൾ. ദൈവം എല്ലാവരും രക്ഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു, സത്യത്തിന് പരിജ്ഞാനത്തുവാൻ ആഗ്രഹിക്കുന്നു. അതിന് കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഈ കാരണം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓർത്തതുപോലെ അതിന് ഇതിൻ്റെ മൂലഭാഷയെക്കുറിച്ച് അത് എങ്ങനെയാണ് എഴുതപ്പെട്ടത് എന്നുള്ളത് നമ്മൾ വായിക്കേണ്ടത്, നല്ല പരിഭാഷകൾ വായിക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും പരിഭാഷകൾ അത് വായിക്കാൻ എളുപ്പത്തിനും ഓരോ വാക്യങ്ങളും പൂർണ്ണമായ സെൻറ്റൻസുകൾ അതാക്കുവാനും ഒക്കെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കൂടെ ഈ തർജ്ജിമക്കാർ കടന്നു പോകാറുണ്ട്. അതിൽ ഒരുപാട് പരാധീനതകളും ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് മൂല്യശോഷണവും നടന്നിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് അല്പമായിട്ടെങ്കിലും മൂലഭാഷ കൊയിനെ ഗ്രീക്ക് ഭാഷ അറിയാമെങ്കിൽ ഇതിൻ്റെ കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് ഇത് കാരണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫോർ എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടാണ് അവിടെ തുടങ്ങുന്നത്. ഫോർ പറഞ്ഞ കാര്യങ്ങളുടെ കാരണമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അവിടെ ഒരു കാരണം പറഞ്ഞിരിക്കുന്നത് ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെ കൊടുത്ത മനുഷ്യനായ യേശുക്രിസ്തു തന്നെ തക്ക സമയത്ത് അറിയിക്കേണ്ടിയ ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിക്കുകയും പ്രസംഗവുമായി ബോഷ്കല്ല പരമാർത്ഥം തന്നെ പറയുന്നു. ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിപ്പാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു ആവശ്യമാണ്. ദൈവത്തിൻ്റെ ആഗ്രഹവും ആ ആഗ്രഹം ദൈവം നമ്മുടെ ഇടയിൽ എങ്ങനെയാണ് നടപ്പാക്കുന്നത്, അതിനുവേണ്ടി ദൈവം തൻ്റെ പുത്രനെ അയച്ചു, പുത്രൻ മുഖാന്തരം പരിശുദ്ധാത്മാവിനെ അയച്ചു, പരിശുദ്ധാത്മാവ് തൻ്റെ ശുശ്രൂഷകന്മാരെ അയച്ചു. അതിൽ 12 അപ്പസ്തോലന്മാർ വളരെ പ്രമുഖരാണ്. അപ്പോൾ അങ്ങനെ അവർ അയച്ച പ്രസംഗം കേട്ട് അവരുടെ ഉപദേശങ്ങൾ കേട്ടാണ് നാം രക്ഷ പ്രാപിക്കുകയും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലും എത്തുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉത്തരവാദിത്തക്കാരൻ. ഒന്ന്, ദൈവം ഒരുവൻ, മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെ താൻ കൊടുത്ത മനുഷ്യനായ യേശുക്രിസ്തു, ഒരു മനുഷ്യനായ യേശുക്രിസ്തു ആണ് ഇതിനെല്ലാം കാരണം. എന്നാൽ നമ്മൾ അവനെക്കുറിച്ച് ദൈവവചനത്തിൻ്റെ വെളിപാടിൽ മനസ്സിലാക്കുമ്പോൾ അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. ഒരു വ്യക്തിയിൽ 2 സ്വഭാവങ്ങൾ, 2 ഹിതം, അങ്ങനെ ഉള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ പാപങ്ങൾക്ക് മറുവിലയായി തീർന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടത് വളരെ അത്യന്തം ആവശ്യം. അത് സത്യത്തിൻ്റെ വിഷയമാണത്. സത്യത്തിൻ്റെ പരിജ്ഞാനം എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ്. ദൈവം ഒരുവൻ, മധ്യസ്ഥൻ ഒരുവൻ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മനുഷ്യനായ യേശുക്രിസ്തു. അപ്പോൾ ദൈവവും മനുഷ്യരായ നാമും തമ്മിൽ ഒരു മനുഷ്യനായിരിക്കണം, മനുഷ്യന് വേണ്ടി റെപ്രസെൻ്റ് ചെയ്യുന്നു. എന്നാൽ ദൈവത്തോട് അടുപ്പിക്കാൻ തക്കവണ്ണം ദൈവവുമായിരിക്കണം. അതാണ് യേശുക്രിസ്തു നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ സത്യത്തിൻ്റെ പരിജ്ഞാനമാണത്. ഇത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങളാണ്. അതിനുവേണ്ടി
ശ്രമിക്കണം, വായിക്കണം, മനസ്സിലാക്കാൻ ശ്രമിക്കണം. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് ദൈവം സ്നേഹവാനാണ്, കരുണാമയനാണ്, കൃപയാലുമാണ്. നമ്മൾ സത്യത്തിൻ്റെ പരിജ്ഞാനം ആഗ്രഹിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. അത് നമുക്ക് അവൻ പറഞ്ഞു തരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പം അങ്ങനെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ദൈവം, നമ്മുടെ മധ്യസ്ഥനായ കർത്താവായ യേശുക്രിസ്തു, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെ താൻ കൊടുത്ത മനുഷ്യനായ യേശുക്രിസ്തു. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൻ്റെ പരിജ്ഞാനത്തോട് ബന്ധം രക്ഷപ്രാപിക്കുക, സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുക. സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്താൻ തക്കവണ്ണം ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനം. ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. അതിപ്രധാനമായ സത്യമാകിയാൽ കൂടുതലായി പരിഗണിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് അതിപ്രധാനമായ സത്യത്തിൻ്റെ പരിജ്ഞാനം? 1, ദൈവം ആര്? 2, ക്രിസ്തു ആര്? കാൽവരി ക്രൂശിൽ നടന്നു എന്നുള്ളത്. ഈ ദൈവം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് തൻ്റെ പുത്രൻ എന്ത് ചെയ്തു എന്നുള്ളത് പരമപ്രധാനമായ വിഷയമാണ്. ഇതിനോടുള്ള ബന്ധത്തിൽ ദൈവം ഒരുവൻ എന്നുള്ള ബന്ധത്തിൽ ഞാൻ 3 വാക്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കാം. 1 റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം. 3-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം അതിപ്രകാരം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത്: ദൈവം ഏകനല്ലോ, അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മങ്ങളെയും നീതീകരിക്കുന്നു. അപ്പോൾ ദൈവം ഒരുവൻ എന്നുള്ളത് തിരുവചനത്തിലെ സത്യത്തിൻ്റെ പരിജ്ഞാനമാണ്. ഗോഡ് ഈസ് വൺ എന്നുള്ളത്. ദെർ ആർ നോ 3 ഗോഡ്സ്, ഓൺലി 1 ഗോഡ്. എന്നാൽ ഈ ഒരു ദൈവത്തിൽ 3 വ്യക്തികൾ ഉണ്ട് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വെളിപ്പാട്. അതുപോലെ ഗലാത്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. റോമാലേഖനം നമ്മൾ വായിച്ചു, അതിൽ ദൈവം ഒരുവൻ എന്നുള്ളത്. എന്നാൽ അതേ ഭാഗത്ത് തന്നെ ഈ ഒരു ദൈവമാണ് നമ്മൾ യേശുക്രിസ്തുവിലെ വിശ്വാസം നമ്മൾ നീതീകരിക്കുന്നത്. അത് പരിച്ഛേദനക്കാരെയും അല്ലാത്തവരെയും, ജാതികളെയും യഹൂദനെയും ദൈവം നീതീകരിക്കുന്നത് യേശുക്രിസ്തുവിൽ വിശ്വാസം മൂലമാണ്. അതിന് അടയാളമാണ്, അതിനുള്ള ഉദാഹരണമാണ് അബ്രഹാം. ദൈവത്തിൽ വിശ്വസിച്ചു, അതുപോലെ നീതിയെ കണക്കിട്ടു, നീതിയായിട്ട് കണക്കിട്ടു. അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുപോലെ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യവും ഏകദൈവ വിശ്വാസത്തിന്, ഞാൻ പുതിയ നിയമത്തിലെ ചില വാക്യങ്ങൾ നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരുത്തൻ മാത്രമെങ്കിൽ മധ്യസ്ഥൻ വേണ്ടി വരികയില്ലല്ലോ, ദൈവമോ ഒരുത്തൻ മാത്രം. അപ്പോൾ ഒരു ദൈവം, മനുഷ്യർക്കും ഈ ദൈവത്തിനും ഇടയിൽ ഒരു മധ്യസ്ഥൻ. ഇത് വളരെ പ്രധാനപ്പെട്ട സത്യത്തിൻ്റെ പരിജ്ഞാനം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യവും വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അപ്പം ഗോഡ് എന്ന് നമ്മൾ പറയുമ്പോൾ, ദൈവം എന്ന് നമ്മൾ മലയാളത്തേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ, അത് ഉച്ചരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യം എങ്ങനെയാണ്? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ വിഗ്രഹാരാധികളായി മാറാൻ സാധ്യതയുണ്ട്. ദൈവം ഒരുവൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇതിനെ സംബന്ധിച്ച് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ആ സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ കൂടി, ഈ ഏകത്വത്തിൽ ബഹുത്വമുണ്ട് എന്നുള്ളതും ദൈവിക വെളിപ്പാട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ദൈവം ഒരുവൻ എന്നുള്ളതിന് നമ്മൾ 4 വാക്യങ്ങളാണ് 1 തിമോത്തി 2-ാം അധ്യായത്തിൽ, റോമാലേഖനം 3:30, ഗലാത്യ 3:20, എഫേസ്യ 4:6. അതുപോലെ ഒരു മധ്യസ്ഥൻ ഗലാത്യത്തിൽ ഓൾറെഡി നമ്മൾ വായിച്ചു കഴിഞ്ഞു. ദൈവത്തിനും മനുഷ്യനും ഇടയിൽ മധ്യസ്ഥൻ്റെ ആവശ്യം എന്താണ് നമ്മൾ ഓർക്കേണ്ടത്? ആവശ്യം എന്തുകൊണ്ടൊരു മധ്യസ്ഥൻ? ഈ ദൈവമായിട്ട് നമ്മൾ രമ്യമാക്കുവാൻ, യോജിപ്പിക്കുവാൻ, അവൻ്റെ അടുത്തേക്ക് വരുവാൻ, നിരപ്പ് പ്രാപിക്കുക എന്ന് പറയും. അതിനുവേണ്ടി ഒരു വ്യക്തി ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ വ്യക്തി എത്ര മഹോന്നതനായിരിക്കണം എന്നുള്ളതും വിഷയമാണ്. അതാണ് കർത്താവായ യേശുക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കാൻ തക്കവണ്ണം അവൻ പാപരഹിതനും പാപമില്ലാതെ ജനിച്ചവനും പാപം ചെയ്യാത്തവനും പാപമില്ലാതെ നമ്മുടെ പകരക്കാരനായി മരിച്ചവനുമാണ്. അതുകൊണ്ട് മറുവിലയായി കൊടുത്തവനാണ്. അതാണ് കർത്താവായ യേശുക്രിസ്തു. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിലും വളരെ സുപ്രധാനമായിട്ടുള്ള വെളിപ്പാടുകൾ നമുക്കുണ്ട്. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം:
അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിൻ്റെ മധ്യസ്ഥനാകയാൽ അതിൻ്റെ വിശേഷതയ്ക്ക് ഒത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചു വരുന്നു. അപ്പോൾ ഒരുവനാണ്, ഈ യേശുക്രിസ്തു ആണ് നമ്മുടെ മധ്യസ്ഥൻ എന്നുള്ളത്, ഏക മധ്യസ്ഥൻ. ദൈവത്തിനും പാപിയായ മനുഷ്യനും മധ്യത്തിൽ ഒരു മധ്യസ്ഥനേ ഉള്ളൂ. ഇതാണ് വേദപുസ്തകത്തിലെ ദൈവത്തിൻ്റെ വെളിപ്പാട്. അപ്പസ്തലന്മാരുടെ ഉപദേശം ഇതാണ്. ഇതിനപ്പുറം എന്ത് പറഞ്ഞാലും അത് തെറ്റാണ്, അത് വ്യാജമാണ്, അത് കള്ളമാണ് എന്നുള്ളത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ എബ്രായ ലേഖനം 9 അധ്യായത്തിൻ്റെ 15 വാക്യത്തിലും ഈ കാര്യങ്ങൾ മധ്യസ്ഥനെ സംബന്ധിച്ച് ഇവിടെ വെളിപ്പാടുകളുണ്ട്. അതുനിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിൻ്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ, യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന വിഷയമാണത്, അവൻ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാകുന്നു. അപ്പോൾ വീണ്ടും അവൻ മധ്യസ്ഥനാണ് എന്നുള്ള കാര്യം ഉറപ്പിച്ച് നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. അവൻ മാത്രമാണ് എന്നുള്ളതും നമുക്ക് വിശ്വസിക്കാവുന്ന വിഷയമാണ്. 12 അധ്യായത്തിൻ്റെ എബ്രായ ലേഖനം 24 വാക്യത്തിലും ഈ കാര്യങ്ങൾ നമുക്ക് മധ്യസ്ഥൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പാടുകളുണ്ട്. പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മധ്യസ്ഥൻ്റെ പ്രത്യേകതകൾ, അവൻ ആ കാൽവരി ക്രൂശിൽ എങ്ങനെ ദൈവത്തിന്, പിതാവിന് പ്രസാദകരമായ ഒരു രക്തബലി യാഗമർപ്പിക്കാൻ അവന് കഴിഞ്ഞു. എബ്രായ ലേഖനം അതാണ് വിഷയം, അവൻ്റെ പൗരോഹിത്യം, അവൻ്റെ ബലി, രക്തബലി. അതുകൊണ്ട് നമുക്ക് ദൈവത്തിലേക്ക് കടന്നു ചെല്ലാം. അപ്പോൾ ദൈവത്തിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ നമുക്ക് രക്ഷ പ്രാപിക്കണം, പാപത്തിന് പരിഹാരം വരുത്തണം, നമുക്ക് ശുദ്ധി ആവശ്യമാണ് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട്. അങ്ങനെ ഈ രക്ഷ നമ്മൾ ഗണ്യമാക്കാതെ പോയാൽ, അതാണ് വിഷയം, നമ്മൾ വായിച്ച വിഷയം അതാണ്. 2 അധ്യായത്തിൻ്റെ 1-4 വാക്യം. ഇത്ര വലിയ രക്ഷ ദൈവത്തിൻ്റെ പുത്രൻ ഒരുക്കിയത്, പുത്രൻ വന്ന് അത് നമുക്ക് വേണ്ടി നടപ്പാക്കിയത്, അത് നിവൃത്തിയാക്കിയത് നമ്മൾ ഗണ്യമാക്കാതെ പോയാൽ നമ്മൾ എങ്ങനെ തെറ്റിയൊഴിയാൻ സാധ്യമല്ല എന്നുള്ളത് ഇവിടെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. മൂന്നാമതായിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി മറുവിലയെ തന്നെ കൊടുത്ത മനുഷ്യനായ യേശുക്രിസ്തു തന്നെ. റോമാലേഖനം 3:30 നീതീകരണത്തെക്കുറിച്ച് വായിച്ചു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വവും അവൻ്റെ പരസ്യ ശുശ്രൂഷയും കാൽവരിയെക്കുറിച്ച് നടന്ന കാര്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ അതിപ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് നീതീകരണം, റോമാലേഖനം 3 അധ്യായത്തിൻ്റെ 30 വാക്യത്തിൽ നീതീകരണത്തിനോട് ബന്ധത്തിൽ ദൈവം എല്ലാവരുടെയും ദൈവമാണ്, ജാതികളുടെയും യഹൂദരുടെയും ദൈവമാണ്. ഈ ദൈവം വിശ്വാസത്താൽ നീതീകരിക്കുന്നവനാണ്. ആ വിശ്വാസം ഒരു വ്യക്തിയിലാണ്, ആ വ്യക്തി കർത്താവായ യേശുക്രിസ്തുവാണ്. എല്ലാവരും രക്ഷിക്കപ്പെടുവാനും ദൈവം ഇച്ഛിക്കുന്നു. അതുകൊണ്ടാണ് രക്ഷയോടുള്ള ബന്ധത്തിൽ എബ്രായ ലേഖനം 2 അധ്യായത്തിൻ്റെ 1-4 വരെയുള്ള നമ്മൾ കൂട്ടി വായിച്ചത്. നമ്മുടെ ഉത്തരവാദിത്വമാണത്. ദൈവം നമുക്ക് ഉത്തരവാദിത്തങ്ങൾ നൽകി, ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറാൻ തക്കവണ്ണം നമുക്ക് കഴിവുകൾ നൽകി. എന്നാൽ അതുകൊണ്ടുള്ള ബന്ധത്തിൽ ഒരു ജാഗ്രത നമുക്ക് നൽകുകയാണ്, ഒരു വാണി നമുക്ക് നൽകുകയാണ്. ഈ ദൈവം പറയുന്ന കാര്യങ്ങൾ, ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ സഫലമാകുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ അകപ്പെടുമെന്നുള്ളതും അത് വളരെ വിഷമമുള്ള കാര്യം തന്നെയാണ്. അധിക ഗൗരവമുള്ള വിഷയമാണ് രക്ഷ. ഈ രക്ഷയാലും രക്ഷ, പാപമോചനം, വീണ്ടെടുപ്പ്, നീതീകരണം, നീതി കണക്കിടൽ, നിരപ്പ്, വീണ്ടും ജനനം എന്നീ വിഷയങ്ങൾ രക്ഷയുള്ള വിധത്തിൽ മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്. പലപ്പോഴും നമ്മുടെ രക്ഷ എന്ന് നമ്മൾ പറയുമ്പോൾ, നീ കർത്താവിൽ വിശ്വസിക്കുക, നീ രക്ഷ പ്രാപിക്കും എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും പലപ്പോഴും അത് വളരെ ലാഘവബോധത്തോടുകൂടിയാണ് പലരും അതിനെ മനസ്സിലാകുന്നത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ എത്രയോ വിപുലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഒരു പാപിയെ പരിശുദ്ധനായ ദൈവമായിട്ട് അടുപ്പിക്കുവാനായിട്ട് നിത്യനരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ദൈവത്തിൻ്റെ വാസസ്ഥലിലേക്ക് കടക്കുവാൻ കഴിയുകയുള്ളൂ. അതിന് ഈ പറഞ്ഞ വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ട ആത്മരക്ഷ, പാപമോചനം, വീണ്ടെടുപ്പ്, നീതീകരണം, നീതി കണക്കിടൽ, നിരപ്പ്, വീണ്ടും അങ്ങനെ വിവിധ വിഷയങ്ങൾ നമ്മൾ ആദാമിൽ ദൈവം കണക്കിടുകയാണ് നമ്മൾ ഓരോരുത്തരെയും. ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മളെ കണക്കിടണം. അപ്പോൾ നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്. നമ്മൾ വീണ്ടും ജനിക്കണം. അമ്മയുടെ ഉദരത്തിൽ നമ്മൾ പാപികളായിട്ട് ജനിക്കുന്നു, പാപത്തിൽ ജീവിക്കുന്നു, പാപം ചെയ്യുന്നു.
അങ്ങനെയുള്ള മനുഷ്യനെ അവൻ വീണ്ടും ജനിച്ച് പരിശുദ്ധാത്മാവിൽ ജനിച്ച് അവൻ യേശു ക്രിസ്തുവിലായിത്തീരണം. ആദാമിൽ നിന്ന് അങ്ങനെ വളരെ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത് കർത്താവ് യേശു ക്രിസ്തു. അങ്ങനെ വലിയ കാര്യങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ വലിയ രക്ഷ എന്ന് എബ്രായ ലേഖനക്കാരൻ പറയുന്നത്. ഇത്ര വലിയ രക്ഷ. അതുകൊണ്ട് നമ്മൾ എന്നെ കേൾക്കുന്ന നിങ്ങളും ഞാനും ഇത് ഗണ്യമാക്കണം, ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് നിങ്ങളെ വിനീതമായി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. രക്ഷ ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട മർമ്മപ്രധാന വെളിപ്പാടാകുന്നു. നമ്മളതിനു വേണ്ടി 1 തിമോത്തി 2-ാം അധ്യായം 6 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു. രക്ഷ ദൈവജനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട മർമ്മപ്രധാനമായ വെളിപ്പാടാണ്. ഈ വെളിപ്പാട് എന്ന് പറയുമ്പോൾ ദൈവം തന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ദൈവം തൻ്റെ പദ്ധതി നമുക്ക് വെളിപ്പെടുത്തി, വീണ്ടെടുപ്പ് പദ്ധതി നമ്മൾ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. പുത്രനെക്കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇതൊക്കെയാണ് വെളിപ്പാടെന്ന് പറയുമ്പോൾ മറഞ്ഞിരുന്ന പലതും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് വെളിപ്പാടിൽ നിന്ന്, ഈ 66 പുസ്തകങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ ദൈവിക വെളിപ്പാടുകൾ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ കർത്താവ് യേശു ക്രിസ്തു ചെയ്ത കാര്യങ്ങൾ നമുക്ക് വളരെ ഗൗരവത്തോടെ സങ്കീർണമായ വിഷയമായി പഠിക്കേണ്ട വിഷയമാണ്. എന്നാൽ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എങ്കിലും ഈ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മരണം അത് എല്ലാവർക്കും വേണ്ടിയായിരുന്നു. എന്നാൽ അല്ലാതെ പഠിപ്പിക്കുന്ന കാൽവിനിസ്റ്റുകളുണ്ട്. 5 പോയിൻ്റ്, 4 പോയിൻ്റ്, 3 പോയിൻ്റ്, 2 പോയിൻ്റ്, 1 പോയിൻ്റ്, 0 പോയിൻ്റ്, അങ്ങനെയുള്ള ഒരുപാട് ദുരുപദേശക്കാർ നമ്മുടെ സമീപ പ്രദേശങ്ങളിലുണ്ട്. അത് കൊച്ചിയിലുമുണ്ട്, എറണാകുളത്തുമുണ്ട്, പാലാരിവട്ടത്തുമുണ്ട്. ദുരുപദേശക്കാരെ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുക. എന്നാൽ ഇത് എല്ലാവർക്കും വേണ്ടി അവൻ മറുപടിയായിത്തീർന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ എല്ലാവർക്കും വേണ്ടി. ആ വേണ്ടി എന്നുള്ള പദം അത് ഗ്രീക്ക് ഭാഷയിൽ നമ്മൾ പഠിക്കുമ്പോൾ, അതിൻ്റെ ഉപയോഗം പഠിക്കുമ്പോൾ, രക്ഷയോടുള്ള ബന്ധത്തിൽ പഠിക്കുമ്പോൾ ഇതൊരു പകരക്കാരനായിട്ടുള്ള മരണമായിരുന്നു. യേശു ക്രിസ്തു നമുക്ക് പകരക്കാരനായിട്ട്, ഒരു മനുഷ്യൻ, പാപിയായ മനുഷ്യന് പകരക്കാരനായിട്ട്, ഒരു പാപമില്ലാത്ത മനുഷ്യൻ, ആദാം പാപമില്ലാത്തവനായിട്ട് ജനിച്ചു. അവനെ ദൈവം ഉണ്ടാക്കി. എന്നാൽ അവൻ പാപം ചെയ്ത് പാപിയായി തീർന്നു. യേശു ക്രിസ്തു പാപരഹിതനായി ജനിച്ചു, പാപം ചെയ്യാതെ ജീവിച്ചു. അവൻ പാപരഹിതനായിട്ട് നമുക്ക് പകരക്കാരനായിട്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു മർമ്മ വിഷയമാണ്. അതുപോലെ തന്നെ മറുവില, വില കൊടുക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ പാപം ചെയ്യുമ്പോൾ ആദാം പാപം ചെയ്തു. എന്തോ വലിയ പാപമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. തനിക്ക് വേണ്ടി കൂട്ടുസഹായി കൊടുത്ത ഭാര്യയെ കേട്ടത് അവനനുസരിച്ച്, ദൈവത്തും പറഞ്ഞ് കേൾക്കാതെ അവളനുസരിച്ച്, അതാണ് അവന് ചെയ്ത പാപം. ആ പഴം തിന്നതാണ് പാപം. അതുകൊണ്ട് എന്തു പറ്റി? ദൈവത്തിൽ നിന്ന് അവൻ അകന്നു, ഏതാണ്ട് പുറത്താക്കി. മരണവും വേർപാടും ദുഃഖവും മുറവിളിയും കഠിനാധ്വാനവും ചെയ്ത് ഇന്ന് മനുഷ്യൻ പാപികളായിട്ട് ജീവിക്കുന്നൊരവസ്ഥയാണ്. പാപം വളരെ സങ്കീർണമാണ്. അത് ഒരു പഴം തിന്നതായിക്കോട്ടെ, ഏതു പാപമായിക്കോട്ടെ, പാപമാണ്. അത് പരിശുദ്ധനായ ദൈവത്തോട്, അവൻ്റെ വചനത്തോടും അവൻ്റെ വെളിപ്പാടുകളോടും ചെയ്യുന്ന വിഷയമാണ്. അതുകൊണ്ട് അവനും ഒരു വില കൊടുക്കേണ്ട ആവശ്യമായിരുന്നു. ആ വില കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജീവൻ തന്നെയായിരുന്നു. അതുപോലെ അവൻ മനുഷ്യനായി, മനുഷ്യാവതാരം. ഇപ്പോൾ ക്രിസ്മസ് വരാൻ പോവുകയാണ്. മനുഷ്യാവതാരം നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. വൈ ദി ഗോഡ് മാൻ? എന്തുകൊണ്ട് ദൈവപുത്രൻ മനുഷ്യനായി അവതരിക്കേണ്ടി വന്നു? വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അവൻ്റെ പേരാണ് ക്രിസ്തു യേശു. അവൻ എന്ത് ചെയ്തു? തന്നെത്താൻ നമുക്ക് മറുവിലയായിട്ട്, പകരക്കാരനായിട്ട് കാൽവരി ക്രൂശിൽ അവൻ്റെ ജീവനെ അർപ്പിച്ചു. അദ്ദേഹം സ്വീകരിച്ചു. അവൻ അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് അവൻ ജയാളിയായി പറയുകയാണ്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നതിന് നിത്യരക്ഷയുണ്ട്, പാപമോചനമുണ്ട്, ദൈവമായിട്ടുള്ള കൂട്ടായ്മയുണ്ട്, നിരപ്പുണ്ട്. ഒരുപാട്, ഏകദേശം 100 കാര്യങ്ങളാണ് ഇതിനോടുള്ള ബന്ധം നമുക്ക് ലഭിക്കുന്നത്. 7-ാമതായിട്ട് ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിപ്പാൻ അപ്പസ്തോലനെ നിയമിച്ചു. ഇതും ദൈവം ചെയ്തൊരു കാര്യമാണ്. അതുകൊണ്ട് അപ്പസ്തോലിക ഉപദേശങ്ങൾ എത്രയോ പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ 12 അപ്പസ്തോലന്മാർ മുഖാന്തരം വെളിപ്പെട്ട കാര്യങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ, നമ്മൾ അറിയേണ്ട വിഷയങ്ങൾ മാത്രമേ അതൊരു തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഈ അപ്പസ്തോലിക ഉപദേശങ്ങൾ അത് എത്രയോ പ്രധാനപ്പെട്ടതാണ്. അത് വേറൊരു അപ്പസ്തോലനില്ല ഇന്ന്
12 യോഹന്നാൻ അപ്പസ്തോലൻ്റെ മരണത്തോടുകൂടി അവസാനത്തെ അപ്പസ്തോലൻ മരിച്ചതോടുകൂടി അപ്പസ്തോലിക ഉപദേശങ്ങൾ കഴിഞ്ഞു. എന്നാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അപ്പസ്തോലിക ഉപദേശങ്ങൾ അത് നമുക്ക് അടിസ്ഥാനമായിരിക്കേണ്ടത് തന്നെയാണ്. ആയതിനാൽ സത്യമറിയാൻ അപ്പസ്തോലന്മാരുടെ ഉപദേശം മാത്രം ഉപകരിക്കുന്നു. വേറെ പുസ്തകങ്ങളോ വ്യാഖ്യാനങ്ങളോ തർജ്ജമകളോ വായിച്ചതുകൊണ്ട് ഒന്നും തന്നെ നമുക്ക് സത്യം അറിയാൻ സാധിക്കുകയില്ല. അതിന് അപ്പസ്തോലന്മാരുടെ ഉപദേശവും അത് മാത്രമാണ് നമുക്ക് ഉപകരിക്കുന്നത്. ദൈവം രക്ഷിക്കേണ്ട സാഹചര്യം നോക്കാം. എന്തുകൊണ്ട് ഇങ്ങനെയുള്ളതിന് കാര്യം വന്നു? ഒരു പഴയ നിയമത്തിൽ നിന്ന് ഒരു ചില കാര്യങ്ങൾ നിങ്ങൾ ഓർപ്പിച്ച്, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 2-ാം അധ്യായത്തിൽ നിന്നും ചില കാര്യങ്ങൾ ഓർപ്പിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അതിൻ്റെ സമാപ്തിയിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം ദൈവം ഒരുവനാണ്. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എലോഹിം എന്ന വാക്കാണ്. എലോഹിം, എൽ അത് സിംഗുലറാണ്, അത് ഏകവചനമാണ്. അത് ബഹുവചന രൂപത്തിൽ എലോഹിം, IM എന്ന് എൻഡിങ് ആണെങ്കിൽ അത് ഗ്രാമർ അറിയാവുന്നവർ പഠിപ്പിക്കുന്നത് അത് ബഹുവചനമാണ്. നമുക്കറിയാം, നമുക്ക് ഏകവചനമുണ്ട്, ബഹുവചനമുണ്ട്. ദൈവം, ദൈവങ്ങൾ. എന്നാൽ ദൈവങ്ങൾ എന്നല്ല നമുക്ക് പരിഭാഷപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു ദൈവം ഉള്ളത് കൊണ്ട് മലയാളത്തിലേക്ക് ദൈവങ്ങൾ എന്നുള്ള പരിഭാഷയില്ല. എന്നാൽ ഡെമി ഗോഡ്സ് ഉണ്ട്, ഭൂതങ്ങളും വിഗ്രഹാരാധനയുള്ളവരെ സംബന്ധിച്ച് അതൊക്കെ GOD, ഗോഡ്, സ്മോൾ ലെറ്റർ എന്ന് പറയാം. എനിവേ, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ബഹുവചനം എലോഹിം എന്ന പദം ബഹുവചനമാണ്. അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏക ദൈവം വിശ്വാസികളാണ്. ക്രൈസ്തവർ ഏക ദൈവ വിശ്വാസികളാണ്. ഒരു ദൈവമേ ഉള്ളൂ. എന്നാൽ ഈ ദൈവത്തിൽ, ഈ ദൈവത്തിൻ്റെ സത്തയിൽ, ദൈവത്തെ ദൈവമാക്കുന്ന ആ സത്തയിൽ ഒരുവനേ ഉള്ളൂ. എന്നാൽ ആ സത്തയിൽ ദൈവം 3 വ്യക്തികളായിട്ട് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. 3 വ്യത്യസ്ത വ്യക്തികൾ, വ്യത്യസ്ത ഉത്തരവാദിത്തങ്ങളുള്ള ഒരു സത്തയിലുള്ള ഒരേ സമത്വമുള്ള 3 വ്യക്തികളായിട്ടാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഏക ദൈവം എന്ന് പറയുമ്പോൾ പലരും പഠിപ്പിക്കുന്നത് പോലെ ഒരു ഏകാന്തനായ ഒരു ഏക ദൈവമല്ല നമ്മുടെ ദൈവം. അതിൽ ബഹുത്വമുണ്ട്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവുണ്ട് എന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ദൈവം ആദാമിനെ സൃഷ്ടിച്ചു. അവിടെ പറയുന്നത് നാം അവനെ സൃഷ്ടിക്കുക എന്നാണ്. ലെറ്റ് us മേക്ക് മാൻ ഇൻ ഹിസ് ഓൺ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് നാം. അപ്പോൾ അവിടെയും ബഹുവചനം ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാം. എലോഹിം എന്ന പദം ബഹുവചനമാകുന്നു. ആദാമിനെ സൃഷ്ടിച്ചപ്പോഴും ബഹുവചനം ഉപയോഗിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി ആരംഭങ്ങളുടെ പുസ്തകമാണ്. 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു. അതാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ 1-ാം അധ്യായത്തിന് 30-ാം വാക്യത്തിൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം സകലതും എത്രയും നല്ലതായിരുന്നു. 6 ദിവസം കൊണ്ട് ദൈവം നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തെ ഉണ്ടാക്കിയതിന് ശേഷം അതിനെ ഒന്ന് തൻ്റെ പ്രവൃത്തിയെ നോക്കി അവൻ അതെല്ലാം നല്ലത് എന്ന് കണ്ടു. അതിൽ നല്ലവനായ ആദാം ഉൾപ്പെട്ടിരുന്നു. ഈ നല്ലവനായ ആദാമിൽ നിന്നാണ് നല്ലവളായ ഹവ്വയെ സൃഷ്ടിച്ചത്. അങ്ങനെ ആദിയിൽ ദൈവം, പിന്നെ 2 വ്യക്തികൾ. നിത്യനായ ദൈവം, അനാദിയായും ശാശ്വതമായും ദൈവമാണ്. ഈ ദൈവം സൃഷ്ടിച്ചു. 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു. ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചു. ദൈവം സകലതും എത്രയും നല്ലതായി കണ്ടു എന്ന് വെച്ചാൽ ആദാമും ഹവ്വയും അത് നല്ലതായിരുന്നു. അങ്ങനെ നന്നായി ആദാം ജീവിതം തുടങ്ങി. ദൈവം സകലതും എത്രയും നല്ലതായി കണ്ടു. ഒരു ജീവിതം ഏറ്റവും ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും നല്ല നാളുകളായിരുന്നു ഏദൻ തോട്ടത്തിൽ ദൈവത്തോട് കൂടെ ആദാമിനും ഹവ്വയ്ക്കും. എന്നാൽ ഈ അവസ്ഥ എത്ര നാൾ തുടർന്നു എന്നുള്ളത് അതൊരു വിഷയമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ചില സൂചനകൾ ഞാൻ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ തന്നെ അത് എത്ര നാൾ ഈ നല്ലത് എന്ന് ദൈവം കണ്ട ആ ദാമ്പത്യ ജീവിതം, ആ സാഹചര്യങ്ങൾ എത്ര നാൾ തുടർന്നു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു നിഗമനത്തിലെത്താൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ദൈവം ആദാമിനെ സൃഷ്ടിച്ചു. ആദാം ഏകനായിരിക്കുന്നു, നല്ലതല്ല എന്ന് ദൈവം കണ്ടു. ഹവ്വയെ സൃഷ്ടിച്ചു. ഹവ്വയെ ഭാര്യയായി നൽകി. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഈ വാക്യങ്ങൾ മനസ്സിലാകാവുന്ന കാര്യങ്ങളാണ്. ദൈവം സൃഷ്ടിച്ച ആദാമിനെ സൃഷ്ടിച്ചു. ആദാമിൽ നിന്ന്
അതിൻ്റെ 2-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 25 വരെ വായിക്കാൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്തു നിന്ന് നിർമ്മിച്ചിട്ട് അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവൻ്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യൻ ഇട്ടത് അവർക്ക് പേരായി. എന്ന് പറഞ്ഞാൽ ദൈവ ഏതാൻ തോട്ടത്തിൽ അവൻ സൃഷ്ടിച്ചു. അതിനുശേഷം അവന് പേര് ഇടാൻ തക്കവണ്ണമുള്ള ഒരു ഉത്തരവാദിത്വം കൊടുത്തു. അവൻ വിളിച്ചതായിരുന്നു അതിന് പേരുകൾ. അപ്പോൾ അത് എത്ര വയസ്സായാണ് അവൻ ദൈവം സൃഷ്ടിച്ചപ്പോൾ എത്ര വയസ്സായിരുന്നു? ഒരു മൃഗത്തെ നോക്കി അതിന് പേരിടാൻ തക്കവണ്ണം കഴിവുള്ള ഒരു ശിശുവായിട്ടല്ല അവൻ ജനിക്കുന്നത്, കുറച്ച് മെച്യൂറായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ദൈവം ആദാമിനെ സൃഷ്ടിച്ചത്. അങ്ങനെ 20-ാം വാക്യം, ഉൽപ്പത്തി 2-ന്റെ 20-ാം വാക്യത്തിൽ മനുഷ്യനെ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവുകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു, എങ്കിലും മനുഷ്യന് തക്കതായ ഒരു തുണ കണ്ടുകിട്ടിയില്ല. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത് വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അവരെ വിവാഹിതരാകുകയാണ്. അവരെ ഭാര്യ ഭർത്താവായിട്ട് ദൈവം പ്രഖ്യാപിക്കുകയാണ്. അതിനുശേഷം അതുകൊണ്ട് പുരുഷനെ അപ്പനെയും അമ്മയും വിട്ട് പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. അപ്പം അങ്ങനെ ഇവിടെ ഞാൻ പറഞ്ഞു ഉദ്ദേശിക്കുന്നത്, ഈ ഏദാൻ തോട്ടത്തിൽ ആദാമും ഹവ്വ എത്ര നാൾ അവിടെ അവർക്ക് ഈ ഒരു പെർഫെക്റ്റ് എൻവയർമെൻറ്റ്, ഏറ്റവും നന്നായ ഒരു സ്വർഗീയമായ ഒരു അവസ്ഥ അവർക്കുണ്ടായിരുന്നെന്ന് നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഹവ്വ ഭാര്യയായി നൽകി. അപ്പോൾ ആദാമിനെ പേരിടാൻ തക്കവണ്ണം പ്രായമുള്ളവനായിട്ട് ജനിപ്പിച്ചു. അവൻ പേരിട്ടു. അവന് ഭാര്യയെ കണ്ടപ്പോൾ ഭാര്യ അത് മനസ്സിലായി. അവനെ വിവാഹം കഴിച്ചു കൊടുത്തു. അപ്പോൾ അതിനുള്ള ആ പ്രായം അതാണ് നിങ്ങൾ ഊഹിക്കേണ്ടത്. അതിന് ശേഷം നമ്മൾ വായിക്കുന്നത്, നമുക്കറിയാം, കായൻ ജനിച്ചു, കായൻ പിന്നെ ആബേൽ ജനിച്ചു. ആബേലും ദൈവത്തിന് ബലിയർപ്പിക്കാൻ പോവുകയാണ്. ഓഫറിങ് അവന് ഔദാര്യമായിട്ട് ദൈവസന്നിധിയിൽ കടക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു പ്രായപരിധി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് ശേഷം ദൈവം സേത്തിനെ നൽകിയാണ്. സേത്ത് ജനിക്കുന്നത് ആദാമിന് 135 വയസ്സുള്ളപ്പോഴാണ്. അപ്പോൾ ഈ 135 വയസ്സിനും ദൈവം സൃഷ്ടിച്ച ഈ ദിവസവും അതിലെത്ര വർഷങ്ങൾ, എത്ര നാളുകൾ അവർ ഏദാൻ തോട്ടത്തിൽ ഈ ദൈവം നല്ലത് എന്ന് പറഞ്ഞതിൽ താമസിച്ചു എന്നുള്ളത് നിങ്ങൾ ഒന്ന് പരിഗണിക്കേണ്ടത് ആവശ്യമാണ്. ഏദനിലെ ദിവസങ്ങൾ, പരിപൂർണതയുള്ള നാളുകൾ അധികം നീണ്ടില്ല. കാരണം സാത്താൻ്റെ രംഗപ്രവേശനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ സാത്താൻ രംഗപ്രവേശനം ചെയ്യുകയാണ്. ആദാം പാപത്തിൽ വീണു. എന്നാൽ ദൈവം 3:15, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമുക്കറിയാം, ഒരു രക്ഷകനെ അവൻ വാഗ്ദാനം ചെയ്യുകയാണ്. രക്ഷകൻ ഷേമിൻ്റെ വംശാവലിയിൽ, നോഹ, ഷേം, അബ്രഹാം, യൂദ, ദാവീദ് വംശാവലി രക്ഷകൻ ജനിച്ചു. വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. രക്ഷകനാണ് ദൈവപുത്രനും. ഈ രക്ഷകൻ ദൈവപുത്രനും യഹൂദനും പൂർണ്ണ മനുഷ്യനുമായിരുന്ന യേശു ക്രിസ്തു തന്നെ. അവനാണ് നമുക്ക് മറുപടിയായി തീർന്നത്. അവനാണ് നമുക്ക് പാപത്തിന് പരിഹാരം. അവനാണ് നമ്മുടെ രക്ഷകൻ എന്നുള്ളത്. യേശു ക്രിസ്തു മറുപടിയായി, പകരക്കാരനായി തന്നെത്താൻ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരി ക്രൂശിൽ മരിച്ചു. അവൻ ജീവന് നൽകി തന്നെത്താൻ കൊടുത്തു എന്ന് എഴുതിയിരിക്കണേ. അത് ദൈവം സ്വീകരിച്ചു. ദൈവം 3-ാം ദിവസം മരിച്ചിരുന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇവയെല്ലാം സത്യത്തിൻ്റെ പരിജ്ഞാനമാണ്. അപ്പോൾ ദൈവം നമ്മുടെ രക്ഷ പ്രാപിക്കണമെന്നും ഇത് ഇത്ര വലിയ രക്ഷയാണെന്നും അത് ഗണ്യമാക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ഗണ്യമാക്കാതെ പോയാൽ തെറ്റൊഴിയുകയില്ല. പിന്നെ രണ്ടാമത് രക്ഷിക്കപ്പെട്ട് നമുക്ക് സത്യത്തിൻ്റെ പരിജ്ഞാനം ആവശ്യമാണ്. സത്യത്തിൻ്റെ പരിജ്ഞാനമാണ് നമ്മൾ വായിച്ചു കേൾപ്പിച്ചത്. ഇത് വളരെ നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള
വാക്യങ്ങൾ വായിച്ച് ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാലും, മനുഷ്യരിൽ നിന്നില്ല മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പസ്തോലനായ പൗലോസ്. അപ്പസ്തോലിക നിയോഗം അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുകയാണ്. 2-ാം വാക്യം, കൂടെയുള്ള സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത് പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ കർത്താവായ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ച് കൊടുത്തവനുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് അർപ്പിച്ചു കൊടുത്തത്? ഒരു കാര്യം ഇവിടെ എഴുതിയിരിക്കുന്നത്, നമ്മുടെ ഈ ദുഷ്ടലോകത്തിൽ നിന്ന്, ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് അവൻ പാപം നിമിത്തം തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയുണ്ടായത്. നിങ്ങളിത് പരിഗണിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് രക്ഷ, സത്യത്തിൻ്റെ പരിജ്ഞാനം പരമപ്രധാനമാണ്. യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. താങ്കൾ ഈ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമോ? വിശ്വസിക്കും. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ കൃത്യങ്ങൾ പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ക്ലാസ് അവസാനിപ്പിക്കാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച വചനത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുന്ന് ദൈവവും സൃഷ്ടാവും പരിപാലകനുമായിരിക്കും നന്ദി പറയും. പുത്രനെ ഞങ്ങൾ സ്നേഹിച്ചതിനായിട്ട് സ്തോത്രം. പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി പകരക്കാരനായി മറുവിലയായി തന്നെത്താൻ തൻ്റെ ജീവനെ ഞങ്ങൾക്ക് വേണ്ടി അർപ്പിച്ചു. ദൈവം സ്വീകരിച്ചു. ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കുന്നു, രക്ഷയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്ന തക്കമാണ്. ഇതിന് പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. ഇപ്പോൾ ഞങ്ങളെ അവിടുത്തെ അനുഗ്രഹത്താൽ പറഞ്ഞയക്കണമേ. ദൈവസ്നേഹത്തിലും യേശുക്രിസ്തുവിൻ്റെ കൃപയിലും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സഹവാസത്തിലും ഞങ്ങൾ ഇവിടെ ഇരിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, തുടരാം.